ഡി എഴുന്നേറ്റേ, 10 മിനിറ്റ് ഒന്ന് ഉറങ്ങിട്ട്. എടി ഒന്ന് എഴുന്നേക്ക്. ഒരു കാര്യം പറയാൻ വേണ്ടി, നീ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആപ്പിനെ പറ്റി കേട്ടോ? ട്രെൻഡിങ് ആയിട്ടുള്ള ആപ്പോ? അതെന്തുവാ? അത് ഫ്രണ്ട് ആപ്പ്. ഫ്രണ്ട് ആപ്പോ? അതൊരു ഫ്രണ്ട് മേക്കിംഗ് ആപ്പാ. അതിൽ നമുക്ക് ഗെയിം കളിക്കാൻ, ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, അതുപോലെ ഗിഫ്റ്റും അയക്കാൻ പറ്റും. ഫ്രണ്ട് ആപ്പ് ഗിഫ്റ്റ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേടി, നമുക്ക് അതിൽ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് അയക്കാൻ പറ്റും. ആ വെർച്വൽ ഗിഫ്റ്റ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാനും പറ്റും. ഞാൻ തന്നെ ഇപ്പൊ ഡൗൺലോഡ് ചെയ്തതേ ഉള്ളൂ. നോക്കട്ടെ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നീ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യേ. എന്ത് ചെയ്താലും കുറ്റം, തൊട്ടതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം. നിങ്ങൾക്ക് അമ്മാവനും മോളെയാണ് ഇത്രയ്ക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്റെ പുറകെ എന്തിനാ വന്നത്? നിങ്ങളെ സ്നേഹിച്ചു ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സ്വർണം കുറഞ്ഞു പോയി, നാട്ടുകാർ കൊള്ളത്തില്ല, വീട്ടുകാർ കൊള്ളത്തില്ല, സദ്യ പോരായിരുന്നു, അതുപോലെ കറിക്കരിഞ്ഞ കുറ്റം, എല്ലാം കുറ്റം തന്നെ. ഇനി നമുക്ക് കുടുംബ കോടതി വെച്ച് കാണാം. 1 വർഷമായി സഹിക്കുന്നു. ഇന്നാ നിങ്ങളുടെ കല്യാണ സാരി. മോൻ വിഷമിക്കണ്ട. മോൻ തന്നെ കണ്ടെത്തിയ ഒരു ബന്ധമല്ലയോ. അമ്മ ഇതിലും നല്ലൊരു ബന്ധം അമ്മ കണ്ടെത്തി തരാം. അവള് പോന്നെങ്കിൽ പോട്ട് മോനെ, മോൻ വിഷമിക്കാതെ. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിൽ ഒരേ ദിശ യാത്ര ചെയ്യുന്ന 2 ആൾക്കാരാണ്. തനിക്കറിയായിരിക്കുമല്ലോ എന്താ കാര്യമെന്ന്. അത് മാത്രമല്ല, കഴിഞ്ഞ ജീവിതത്തിൽ നമ്മുടെ 2 പേരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇനി പുതിയ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കാര്യം എന്തോന്ന് മനസ്സിലായത് എനിക്ക്? എന്നാ പിന്നെ അവന് രസമാടാ കാണാൻ. അമ്മേ, ഞാൻ ഒരുപാട് ലേറ്റ് ആയോ അമ്മേ? ഇല്ല മോളെ, ലേറ്റായില്ല. 11:30 ആയതേ ഉള്ളു. 6 മണിയാകുമ്പോഴാണ് ഞങ്ങളൊക്കെ എഴുന്നേക്കുന്നത്. മോളിഞ്ഞ ബാ, ഇവിടെ ഇരിക്ക. അമ്മേ, കല്യാണ ആൽബം നേരത്തെ കിട്ടിയോ? പുതിയ പുതിയ ഓരോ ടെക്നോളജികളെ. മോളെ, ഇത് അവന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ ആൽബമാ. 2 വർഷമായതാ. മോളെ സ്വർണ്ണമൊക്കെ എന്തേ? അതൊക്കെ എഴുതി മേളിൽ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടമ്മേ. മോളെ, ആ സ്വർണ്ണം ഇഞ്ഞ് എടുത്തോണ്ട് പോയി. എന്തിനാ അലമാരി വെക്കുന്നേ? ആ സ്വർണ്ണം എടുത്തോണ്ട് വന്നിട്ട് വേണം അത് തൂക്കി നോക്കിയിട്ട് ലോക്കറിൽ കൊണ്ടുവന്ന് വെക്കാന്. അല്ലെങ്കിലേ 40 പവന് സ്വർണം കൊണ്ടുവന്ന് വെച്ച് പറയാം, 55 പവൻ കൊണ്ടുവന്നെന്ന് പറയും. അവന്റെ ആദ്യത്തെ പെണ്ണുപിള്ള ഇതുപോലെ ആയിരുന്നു. 40 പവന്റെ സ്വർണം കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞ് 55 പവനുണ്ടെന്ന്. എന്റെ കയ്യെ കിടന്ന ഒരു വളയും കൂടെ ഊരി പിന്നെ ഞാൻ കൊടുത്തത്, അറിയാവോ? അതുകൊണ്ടേ മോടെ സ്വർണം എടുത്തോണ്ട് പോകുമ്പോ തൂക്കി കൊണ്ടുവന്ന് വെക്കണം. നാളെ കാലത്തേ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാനങ്ങനൊന്നും പറയത്തില്ലമ്മേ. ചെയ്യോ ചെയ്യത്തില്ലയോ ഒന്നൊന്നും ഗണിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അവന്റെ ആദ്യത്തെ പെണ്ണുപിള്ളയുടെ സ്വർണം മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആന പിടിച്ച പൊട്ടാത്ത രീതിയിലുള്ള സ്വർണ്ണമായിരുന്നു, അറിയാവോ? മോള് കൊണ്ടുവന്ന് ഉള്ളിത്തൊലിയുടെ കൂട്ടുള്ള സ്വർണ്ണമൊന്നുമല്ല, അറിയാമോ? എന്തോ അതാണ്ട് മോളൊന്ന് നോക്കിയേ, കണ്ടോ അരപ്പട്ട കണ്ടോ? ഇത് 10 പവനായി അരപ്പട്ട, അറിയാമോ? കാണ്ട ഈ കഴുത്തേ കിടക്കുന്ന പറ്റക്കെട്ടുമാല കണ്ടോ? എന്തോ ഒരു കട്ടിയ മോളെ ഇതിന്. അതുപോലെ തന്നെ കയ്യെ കിടക്കുന്ന മോതിരത്തേന്ന് ഓരോ വിരലേലും ഇങ്ങനെ വര പോലെ മാല പോലെ കിടക്കുന്ന വാച്ചെ കടിപ്പിച്ചിരിക്കുന്നതാ, അറിയാമോ? താണ്ടെ അതുപോലെ താണ്ടെ ഇത് കണ്ടോ? എന്തോ ഒരു സുന്ദരിയായിരുന്നു മക്കളെ കാണാന്. കണ്ടോ ആ ബ്ലൗസിലെ കിന്നരിപ്പ് കണ്ടോ? അതിന് മേളോട്ട് കയറി കണ്ടോ മോളെ, രാജാവിന്റെ കിരീടം പോലെ. മോക്കെന്ത് വരുന്നു? ഫടന്റെ കുന്തവോ? ഇങ്ങോട്ട് നോക്ക, കണ്ണ് തുറന്ന് നോക്ക. കണ്ടോ അത് തന്ന വളയോ? 6 പവന്. 1 2 വല്ല 6 പവന്. മോള് തന്നതോ 2 പവന്. മോള് നോക്ക, കണ്ടോ? നോക്ക ഇങ്ങോട്ട്. എന്തുവാ? കണ്ണ് തുറന്ന് നോക്ക് പറ്റാ ഇങ്ങോട്ട്. കണ്ടോ? എന്തോ ഒരു സൗന്ദര്യമായിരുന്നു. എല്ലാരും രാവിലെ ഇങ്ങ് വരുവാ കൊച്ചിനെ കാണാന്. ഒന്നും പറയണ്ട. കാണുന്നോ? സന്ധ്യേ, നീ പോയി ചായ എടുക്ക്. അമ്മേ, ഇനി ചായ എടുക്കട്ടെ. എന്തോ ഒരു നല്ലൊരു കൊച്ചായിരുന്നു, പൂറ്റി കൊച്ച്. അമ്മേ, എന്തുവാടാ? ഇത് എന്റെ കല്യാണാലും അല്ലയോ അമ്മേ? ആണോ? ഇപ്പോഴത്തെ ആണോ? അല്ല, അതിന് മുമ്പുള്ളതാ.
അമ്മേ ഇത് ഞാൻ മറക്കാൻ വേണ്ടിയിട്ട് ഈ കല്യാണ ആൽബം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഞാൻ എരുത്തിലിന്റെ പുറകെ കൊണ്ട് വെച്ച. നിങ്ങൾ പിന്നെ എന്തിനാ ഇത് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പൊക്കിയെടുത്ത് കൊണ്ടുവന്നതോ? എരുത്തലിന്റെ പുറയിലല്ല ഇത് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഞാനേ കഷ്ടപ്പെട്ട് പശുവിനെ വിറ്റും പാല് കറന്നും മോര് കറന്നും ഒട്ടുകറ വിറ്റും ഒക്കെ ഉണ്ടാക്കിയ പൈസയ്ക്കാണ് പുളുങ്കുരു പോലെ അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ട് ഈ ആൽബം മേടിച്ചത്. എനിക്കിച്ചിരി സങ്കടമുണ്ട് അവിടെ കൊണ്ടുവെക്കാൻ. അതുപോലെ തന്നെ നിനക്ക് എങ്ങനെ തോന്നിയടാ ആ പശു പിടിക്കാൻ ദൂരം ചെയ്യുന്നിടത്ത് ഈ അമ്പോറ്റി കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവെക്കാന്? നിനക്ക് എങ്ങനെ തോന്നിയടാ? നിനക്ക് അതിന്റെ മുഖത്ത് നോക്കിയിരുന്നാ നിനക്ക് തോന്നുവോടാ? അതിന്റെ മുഖത്തോട്ട് തൊട്ടാൽ ചോര പൊടിയൂടാ, അറിയാമോ? അമ്മേ അവൾ ഇവിടെ ഉള്ള സമയത്ത് അമ്മ തന്നെ ഇല്ലേ അമ്മേ പറഞ്ഞു, അവൾക്ക് മണമില്ല, അവൾക്ക് ഗുണമില്ല, സ്വർണ്ണമില്ല, വീട്ടുകാർ കൊള്ളത്തില്ല, നാട്ടുകാർ കൊള്ളത്തില്ല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കുത്തുവാക്ക് മൊത്തം പറഞ്ഞ് ഞാൻ അവളെയും ദേഷ്യപ്പെട്ട് അവൾ ഡിവോഴ്സ് ആയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ല. അമ്മ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. മക്കളെ എനിക്ക് അബദ്ധം വന്നു പോയതാടാ. ഞാൻ ഇപ്പോഴാടാ ഈ ആൽബം തുറന്ന് നോക്കുന്നത്. ഇപ്പം നോക്കിയപ്പോഴാ ഈ കുഞ്ഞിൻ്റെ സൗന്ദര്യവും സ്വർണവും എല്ലാം അവരുടെ ആൾക്കാരെ എല്ലാം ഞാൻ കാണുന്നത്. എൻ്റെ പൊന്നു മോനെ, നീ ഒരു കാര്യം ചെയ്യാവോ? അതിനെ ഇനി വിളിച്ചോണ്ട് വരാവോ? ഇപ്പോൾ ഉള്ളേ ഞാൻ കൊണ്ട് കളഞ്ഞ വെച്ച. ഞാൻ ഒരു മര്യാദ കൊണ്ട് കളഞ്ഞു പോണത് കേട്ടല്ലോ. ഇനി കാണരുത് കമ്പയർ ചെയ്യാൻ നടക്കുന്ന ആൽബം വെച്ചിട്ട്. അതെ അമ്മ രാവിലെ വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ അറിഞ്ഞില്ല അമ്മ ഇത് എടുത്തുകൊണ്ട് വരുമെന്നൊന്നും. ഞാനത് ആ എരുത്തിൻ്റെ പുറകെ കൊണ്ടുവച്ച. അമ്മ എനിക്ക് ജോലിയില്ലാത്ത സമയത്ത് പൈസ കൊടുത്ത് മേടിച്ച് എന്നുള്ള സെൻറ്റിമെൻറ്റ്സിൽ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഞാൻ അതുകൊണ്ട് കളയായി സാധനം. എന്തോ ഒരു കഷ്ടമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം, അമ്മ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു വിഷയവും ഇല്ല. അങ്ങനെ പറയണം. പറയാതിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇയാളെന്തും മിണ്ടായിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. ചേട്ടൻ്റെ ആദ്യ ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? അമ്മേ, ചേച്ചി, അളിയോ. ആഹാ മോനെ, എന്തുവാ ഇത്? കല്യാണമൊക്കെ കഴിഞ്ഞ് അളിയനും പെങ്ങളെയൊക്കെ കാണാൻ ഇപ്പോഴാണോ വരുന്നേ? രണ്ടാമത്തെ ദിവസമൊക്കെ ഇവിടെ വരണ്ടല്ലേ? എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്? ഇരിക്കും മോനെ, വെള്ളം എടുക്കട്ടെ? ഇല്ല വേണ്ട, വെള്ളമൊന്നും വേണ്ട അമ്മേ. എന്നാ ഇരുന്നാട്ടെ. മോനെ, മോൻ ശരണ്യായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏത് ശരണ്യ അമ്മേ? ശരണ്യ രാധാകൃഷ്ണന്. അതാരാമേ? ഇല്ലയോ? എന്നാ ഇപ്പം അതെ കണ്ടെങ്കിലേ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം. എടാ നീ എപ്പോ വന്ന്? ചേച്ചി ഞാൻ കുറച്ചു നേരമായി. ചേച്ചി ഞാൻ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചു? എനിക്ക് കിട്ടിയില്ല. എനിക്ക് എന്തി വെള്ളം എടുക്കട്ടെ? ഇല്ല, അമ്മ അകത്തോട്ട് പോയി എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തായാലും നീ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. കാണാൻ കണ്ണു ഒതുക്കുമായിരുന്നു മോനെ. അച്ഛനും അമ്മയൊക്കെ എന്തിയടാ? അവര് മൂകാമ്പി കുളിച്ചു വിടാൻ പോയി ചേച്ചി. ഞാനത് മറന്നുപോയി. ഇത്ര നാളായി കണ്ടിട്ട്. ചേച്ചി തുടങ്ങുന്നുണ്ട് സുഖം. കുഴപ്പമില്ലടാ മോനെ. മോനെ, ഈ കൊച്ചിനെ മോൻ അറിയുവോ? ഇതേതാമേ പെണ്ണ്? ഇതാണ് എൻ്റെ ആദ്യത്തെ മരുമോള്. ഈ കൊച്ചിൻ്റെ ആങ്ങളയുടെ കൂട്ടിരിക്കോ മോനെ കണ്ടിട്ട്. അതെനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതോ ഇങ്ങനൊന്നും വലിഞ്ഞു കയറി ഒന്നും വരത്തില്ല. നല്ല സ്റ്റാൻഡേർഡ് പയ്യന്. ഇവിടെ വന്നാലോ ഇരിക്കേണ്ടടുത്ത് ഇരിക്കും, കൊടുക്കുന്നത് കുടിച്ചിട്ട് അപ്പോഴേ പോകും. അത് തന്നെയാണോ? നിന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്ന രണ്ടിമുണ്ടം തടി പോണൊക്കെ ഇരിക്കുന്ന ഒരു പയ്യന്. ഈ കൊച്ചിൻ്റെ വീട്ടുകാരെ ഹൈ ലെവൽ പാർട്ടികളാ. ആ പയ്യൻ വന്നപ്പോഴേ എനിക്കൊരു പച്ചക്കെട്ടുമാലയാ കൊണ്ടു തന്നെ, അല്ലാതെ വെറും കൈയോടൊന്നും അല്ല വന്നത്. ആ പയ്യനെ കണ്ടാലുണ്ടല്ലോ എന്തോ ഒരു ഗെറ്റപ്പാ മോനെ. 2 ദിവസം നമുക്ക് വീട്ടിൽ നിർത്തിയാൽ കൊള്ളാമെന്ന് അങ്ങ് തോന്നിപ്പോവാങ്ങ്. പക്ഷെ അവൻ നിൽക്കത്തില്ല, അവൻ അഭിമാനിയാ. പക്ഷേ മോൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. മോന് മീൻ വേണോ ഇറച്ചി വേണോ? ഞാൻ അറിയട്ടെ ചേച്ചി. എഴുതിയിട്ട് ബുക്കിങ് തരണേ. ഞാൻ രാവിലെ വരാം. എങ്ങനെയുണ്ട് പുതിയ?
ആ കുഴപ്പമില്ലടി. നിന്റെ കാര്യം എന്തായി? ഞാൻ ആലോചിക്കുന്നുണ്ട്. പതുക്കെ മതിയടി, ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. കല്യാണം എന്നൊക്കെ പറയുന്ന യോഗമാടി, അതെല്ലാവർക്കും ഒരുപോലെ നടക്കണമെന്നില്ല. ശരി, രാവിലെ വരാം. അമ്മേ, ഞാൻ ഉണ്ടാക്കിയ പച്ചടി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സത്യം പറയാമല്ലോ മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോള് വന്നിട്ട് ഇത്രയും നാളായല്ലോ, എന്താ പാചകം പഠിക്കാത്തേ? അല്ലമ്മേ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഓ, ഈ പച്ചടി അത്ര പോരാ മോളെ. വേണ്ടേ മോളെ, പച്ചടി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ കല്യാണത്തിൻ്റെ പച്ചടിയായിരുന്നു. ഓ, ആരായിരുന്നെന്നാ പാചകം? ആലപ്പുഴ രാജപ്പൻ്റെ പാചകമായിരുന്നു. എന്തോ സൂപ്പറായിരുന്നു. ഓ ഓ, ഈ ഫോട്ടോയെ തൊട്ടങ്ങ് നക്കാൻ തോന്നുക, അത്രയ്ക്ക് സൂപ്പറായിരുന്നു മോളെ. മക്കളുടെ കല്യാണത്തിന് അയൽക്കൂട്ടക്കാരായിരുന്നു. അല്ല, പക്ഷെ പറ്റിയില്ല പാചകം, മണ്ണെണ്ണ ചവയ്ക്കുമായിരുന്നു. മോള് വിഷമിക്കണ്ട, മോളെന്തിനാ വിഷമിക്കുന്നേ? മോൾ എൻ്റെ സെലക്ഷൻ അല്ലയോ? ആ, ചിലപ്പോൾ എൻ്റെ സെലക്ഷനും തെറ്റാറുണ്ട്, അവൻ്റെ സെലക്ഷൻ ആയിരിക്കും നല്ലത്. കണ്ടില്ലയോ, നോക്ക്, 100-101 പവനിട്ട് നിൽക്കുന്ന കണ്ടോ സുന്ദരി. അവൻ എന്താ ചെയ്തിട്ടാ? എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും കുറ്റം. പച്ചടി ഉണ്ടാക്കി കൊടുത്താ നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ ഇച്ചിരി പച്ചടി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്തോ ചെയ്തിട്ടാ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്? ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങളുടെ അമ്മയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വാക്കുറപ്പിച്ചിട്ടില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വല്ല വിധേനെ ഒന്ന് ജീവിച്ച് പോകാമെന്ന് വെച്ചിട്ട് 2ാം കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ ആരുടെയും കാലെ കയ്യെ പിടിച്ചില്ലല്ലോ ഇങ്ങോട്ടൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട്. എന്നെ ഇങ്ങോട്ടൊന്ന് കേട്ടണേന്ന് പറഞ്ഞില്ലല്ലോ. 24 മണിക്കൂറും പഴയ മരുമോടെ ഗുണഗണങ്ങൾ അങ്ങ് വർണ്ണിക്കുക. കല്യാണം കഴിഞ്ഞന്ന് വന്ന് രാവിലെ എൻ്റെ അടുത്ത് ആൽബം തുറന്ന് കാണിച്ചിട്ട് പറയാം, പഴയ മരുമോക്ക് ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു, എനിക്ക് ഉള്ളിത്തൊലിയായിരുന്നു. എനിക്ക് ഉള്ളിത്തൊലിയല്ലോ നല്ലായിരുന്നു, നന്നായിട്ട് സ്വർണ്ണം ഇട്ടുകൊണ്ട് തന്നെയാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആൾക്കാർ തന്നെയാണ്. എൻ്റെ അനിയൻ വന്ന് വിടുന്നപ്പോൾ അപ്പോഴും ആൽബം എടുത്ത് വെച്ച് അങ്ങ് തുറന്നിട്ട് പറയാം, പഴയ മരുമോട് അനിയൻ സൂപ്പറായിരുന്നു. എൻ്റെ അനിയൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അവനാ നല്ല അന്തസ്സായിട്ട് ഇപ്പം ജോലി കിട്ടി നല്ല വലിയ ശമ്പളത്തിൽ ജീവിക്കുന്നത്. അടുക്കളയിൽ കയറി എന്തെങ്കിലും പാചകം ചെയ്യാമെന്ന് വെച്ചാൽ പാചകം ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അതിനും കുറ്റം. അപ്പോഴും ഒരു ആൽബം എടുത്ത് വെച്ചിട്ട് പഴയ മരുമോണ്ട സദ്യ സൂപ്പറായിരുന്നു, എൻ്റെ സദ്യക്ക് മണ്ണെണ്ണ ചവയ്ക്കുമായിരുന്നെന്ന്. നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ പഴയ ഭാര്യ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അവളെ തന്നെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയാൽ പോരായിരുന്നോ? എൻ്റെ ജീവിതം എന്തിനാ തകർത്തത്? ഇത് ഞാൻ കാണുന്നില്ല, ഇത് ഏതൊക്കെ സമയത്ത് അമ്മയെ ആൽബം എടുത്ത് കാണിക്കുന്നതെന്ന്. 2 വട്ടം നിങ്ങൾ കണ്ടു, എന്റെ മുന്നിൽ കൂടെ നിങ്ങൾ കണ്ടു, എന്നിട്ട് നിങ്ങളോട് അക്ഷരം വേണ്ടിയല്ലോ. നിങ്ങൾക്ക് അമ്മയെ പേടിയാണോ? ഞാൻ സംസാരിക്കാം. വേണ്ട, ഇനി കല്യാണമേ വേണ്ട. ഞാൻ കല്യാണവും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. എനിക്ക് നല്ല വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് ജീവിച്ചോളാം. കാണിച്ചു തരാം ഞാൻ. ഇന്നാ എന്റെ മന്ത്രം കൂടി, ബാക്കി താലിമാലയൊക്കെ പിന്നാലെ വരും. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഈ അമ്മയും മോനും കൂടെ ആൽബവും കെട്ടിപ്പിടിച്ച് അങ്ങ് സുഖമായിട്ട് അങ്ങ് ജീവിച്ചോ. അല്ലെങ്കിൽ ആദ്യത്തെ മരുമോളെ കൊണ്ട് ഇങ്ങോട്ട് വന്നോ. നമുക്ക് ബാക്കി കോടതി കാണാം. ഗുഡ് ബൈ. കഴിഞ്ഞ എൻ്റെ 2 വിവാഹ ജീവിതവും പരാജയമായിരുന്നു. നമ്മൾ 2 പേരിലും ഒരേ തോണിയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ അല്ലല്ല, ഞാൻ ഒരേ തോണിയിൽ ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ തോണി ചരിയും, തോണി മറിയും, തോണി മുങ്ങും. ചില ആൾക്കാരെ ഈ ചരിഞ്ഞ തോണിയുടെ അവശിഷ്ടം പൊക്കി പിടിച്ചുകൊണ്ട് വരും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചോണം. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ അങ്ങ് വിട്ടോണം. അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പരാജയത്തിലോട്ട് പോകും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരുമോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞേ ഒന്ന് വാതർന്ന് എന്തെങ്കിലും ഒന്ന് പറ. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. കിടന്നു, അത്രയേ ഉള്ളൂ. ഇതെന്തോ അമ്മേ? ഇതെൻ്റെ ആദ്യത്തെ മരുമോടെ കല്യാണ ആൽബം, ഇത് 2ാമത്തെ മരുമോടെ കല്യാണ ആൽബം. എന്തോ പറയാനാ, എന്തോ ഒരു നല്ല 52 കുഞ്ഞുങ്ങളാ, നല്ല ഐശ്വര്യമാ കാണാന്. എന്നോടുള്ള സ്നേഹമോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ തന്നെ 2 പേർക്ക് 100-120 പവൻ്റെ സ്വർണം ഉണ്ടായിരുന്നു. ആന പിടിച്ചിരുന്നാൽ പൊട്ടത്തില്ല. നോക്കടെ എന്തുവാ ഉള്ളിത്തോല് പോണൊക്കെ ഇരിക്കുന്നതല്ലയോ, അത് തന്നെയാണോ? അവരുടെ വീട്ടുകാരോ നല്ല 1ാം ക്ലാസ് ഫാമിലികൾ. സദ്യയോ ഒരു 1.5 സദ്യയായിരുന്നു. പച്ചടിയൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, അത്രയ്ക്ക് നല്ല പച്ചടിയായിരുന്നു. എനിക്കങ്ങ് കൊതി വരുക. ആ സദ്യ ഉണ്ട്. മോടെ കല്യാണ സദ്യക്ക് എന്തുവായിരുന്നു മക്കളെ മണ്ണെണ്ണ ചവച്ചത്? നിർത്തിക്കോ നിങ്ങളുടെ ഒരു സംസാരം. ഈ പെങ്കൊച്ച് മേളിൽ നിന്ന് താപ്പോട്ട് വന്നപ്പോൾ മതി ഞാൻ നോക്കിയിരിക്കും നിങ്ങൾ എന്തോ പറയുന്നതെന്ന്. എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുമോ, ഈ ആൽബത്തിൽ റഡാർ വല്ലതും വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ഈ ഒളിപ്പിച്ച് നോക്കുന്ന ആൽബം നിങ്ങൾ എങ്ങനെയാ പൊന്നമ്മയെ പൊക്കിയെടുക്കുന്നത്? മതി, ഇനി എൻ്റെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കണ്ട. ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്താ ഏട്ടൻ അങ്ങനെ കാണിച്ചേ? മക്കളെ,
അവരെ വിട്ടുപോയെങ്കിൽ ഇപ്പോഴും അവനങ്ങ് സ്നേഹമാ. ആ 2 ആൽബം എടുത്തു വെച്ച് എപ്പോഴും ഒന്ന് കണ്ടോണ്ടിരിക്കണം. അത്രയ്ക്ക് സ്നേഹമാ അവൻ അവരോട്. ഞാൻ നിന്നോട് ഇന്നലെ രാത്രി പറഞ്ഞില്ലയോ, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞേക്കണമെന്ന്. പല രീതിയിൽ കല്യാണം മുടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആൽബം വെച്ചിട്ട് സ്വന്തം മോൻ്റെ കല്യാണം മുടക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചേ പറ്റത്തുള്ളൂ. ആൽബം കത്തിച്ച് ഞാൻ ദൂരെ എറിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് ആ ബുദ്ധി അപ്പം തോന്നിയില്ല. ഇതെന്തോ? ഇതേ എൻ്റെ കയ്യിലുണ്ട് സാധനം. ഇതേ ഫോട്ടോ മാത്രമേ കത്തിക്കാനൊക്കത്തുള്ളൂ. സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് മൊത്തം കാണാം.